അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ അതിലൊരു ചിക്കൻ്റെ ഫില്ലിങ്ങും കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഡോ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. എൻ്റെ അടുത്ത് സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് മിക്സറിലിട്ട് കുഴക്കുന്നത്. നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുഴച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൗ ആവും. എന്നിട്ട് ഞാനൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം ആണ് പിന്നെ ഡോവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു 5 ബോളായിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. 5 ബോളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കപ്പ് മൈദ കൊണ്ടാണ് എനിക്ക് ഇത്ര കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് മതിയെങ്കിൽ നമുക്കൊരു 3 എണ്ണം ഉണ്ടാക്കാം. ഒന്നും കൂടി ചെറുതാവുന്നേ ഉള്ളൂ. നമുക്കിതൊന്ന് തിന്നാൽ തന്നെ വയറ് ഫില്ലാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റൊക്കെ വരണം കേട്ടോ നിങ്ങളത്. അപ്പോൾ ഞാനിതിലേക്കൊരു ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു തുടം വെളുത്തുള്ളി കുഞ്ഞുകുഞ്ഞേനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഗ്രേറ്റ് ചെയ്യണതുണ്ടെങ്കിൽ അങ്ങനെ അതിൽ ഗ്രേറ്റ് ചെയ്താലും മതി. പിന്നെ ഞാനൊരു 50 ഗ്രാമോളം ഉണ്ടാവും ബട്ടർ, അതും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ചിക്കന് ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. അത് കുഞ്ഞു പീസാക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ പീസാക്കി എടുത്താണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചീസ് വേണം. മൊസറല്ല ചീസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, വെളുത്തുള്ളി കുനുകുനേനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗാർലിക്ക് ഞാൻ കുനുകുനേനെ കട്ട് ചെയ്താണ് ഇട്ടത്. പിന്നെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കൻ്റെ ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബട്ടറും മല്ലിയിലയും കൂടി ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ വക്കിൽ തട്ടാതെ സ്പ്രെഡാക്കിയാൽ മതി. വക്കിൽ തട്ടിയത് ഒട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ നമുക്ക് അത് വിട്ട് വരും സീൽ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചാണ്, അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല സോഫ്റ്റുള്ള ബ്രെഡാണ്. പിന്നെ ഈ ചീസിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് മക്കൾ കൊണ്ടുവന്നതാണ്. ഒരു യെല്ലോ കളർ ചീസാണ്, പക്ഷേ ഭയങ്കര ഉപ്പാണ് അതിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടറിൻ്റെ ചുവയൊക്കെ നല്ലോണം ഉണ്ട്, പക്ഷേ ഉപ്പ് കുറച്ച് കൂടുതലാണ്. അത് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തു ഞാൻ. ഇത് മൊസറല്ല ചീസാണ്. അത് നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഉപ്പിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് ഈ ചീസിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിന്മേൽ പേരില്ല ആ ചീസിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പാർസലേ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളകാണ്, അതും പൊടിച്ച് വെച്ചതാണ്, അതും ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് സീൽ ചെയ്തെടുക്കാം. മടക്കിയിട്ടൊന്ന് സീൽ ചെയ്തു. അതിൻ്റെ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് പൊങ്ങി വരും. അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടറിൽ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഗാർലിക്കും മല്ലിയിലയും. അപ്പോൾ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാർസലയും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ പിന്നെ ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ മറന്നുപോയി. കുഴപ്പമൊന്നുമില്ല. ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇതൊന്ന് വല്ലാണ്ട് പൊങ്ങി വരുന്നതിനാണ്. എന്നിട്ട് ഇത് പിന്നെ ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഈ ബ്രെഡ് സോഫ്റ്റ് ആവുള്ളൂ. ഇതിപ്പോൾ തന്നെ കൊണ്ടുപോയി ബേക്ക് ചെയ്താൽ സോഫ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തത് അതുപോലെ തന്നെ ആദ്യം മല്ലിയിലയും ഗാർലിക്കും ഉള്ളതൊന്ന് ബട്ടറിലാണ് ഞാനത് മിക്സ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കം, ചിക്കന്, നമുക്ക് ഇനി ഇതിലെന്താണുള്ളത് അത് വെച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ വേണ്ട, ഇനി ചിക്കൻ ഇല്ലെങ്കിൽ വേണ്ട, ഒന്നും കുഴപ്പമില്ല. ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചീസ് ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ചീസ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സും പിന്നെ പാർസല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മല്ലിയില ഇട്ടിട്ടുണ്ടല്ലോ.
ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മല്ലിയിലയൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഗാർലിക്കും മല്ലിയിലിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തെങ്കിലുള്ളൂ ആ ടേസ്റ്റ് വരിക. ഗാർലിക്കിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണതിൽ. അങ്ങനെ ഞാൻ എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ തരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് ഇഷ്ടമാവും കഴിക്കാൻ. നമുക്ക് ഡിന്നറിന് പകരം ഇത് യൂസ് ചെയ്താൽ മതി. എന്താ പറയുക, വയറ് ഫില്ലാവും. പിന്നെ വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഇത് മതി. പിന്നെ നല്ല സോഫ്റ്റാണ്. നല്ല നമ്മൾ ബന്നൊക്കെ കടയിൽ നിന്ന് വാങ്ങണ ബന്നിൻ്റെ ഒക്കെ പോലെ സോഫ്റ്റാണിത്. ഞാനിനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ വലിയൊരു തട്ടാണിത്. അപ്പോൾ അതിൽ വലിയ ഓവനാണ് എൻ്റെത്. അപ്പോൾ ഈ തട്ടയിൽ കൊള്ളും. അപ്പോൾ അതിൽ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ഡ്രൈ ആവും ഇതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നമുക്ക് അതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ പിന്നെ 10 മിനിറ്റ് ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 to 20 മിനിറ്റ് മതി. അതിൻ്റെ ഉള്ളിലിത് കുക്കാവും. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ്ട, അപ്പോൾ അത് ഹാർഡായി വരും. നല്ല സോഫ്റ്റുള്ള ബ്രെഡാണിത്. ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്.